ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾ ഈ സമയം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, യൂണിവേഴ്സ് നിങ്ങളടുത്ത് ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് നിങ്ങളടുത്ത് ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കുറച്ചധികം റീഡിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു പൈലൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. എന്താണ് ഈ സമയം നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാനുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ഇതിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് പൈലൊന്നും വെച്ചിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആവാൻ ചാൻസും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത് വരേണ്ട സംഭവങ്ങളായിരിക്കാം. അപ്പം ഇത് നിറച്ചും പോസിറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അട്രാക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. ഈ സമയം നിങ്ങളുടെ സോൾ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ പതിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുമല്ല, നിങ്ങൾക്ക് ആരടുത്തെങ്കിലും എന്തെങ്കിലും തുറന്നു പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും പുറകിൽ നടക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരാളുടെ വിഷമിച്ചിട്ട് ആ വ്യക്തിയുടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത്, അതെന്താണ് ആ പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നി അതിൽ ഒത്തുപോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയാ, നല്ലൊരു വീട് വെക്കണം എന്നുള്ള, അല്ലെങ്കിൽ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് വേണം. നന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ട സമയമാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ, ചെറിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിന് എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സോളിനെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണാടി പോയി നോക്കിയിട്ട് ഓൾ ഈസ് വെൽ അല്ലെങ്കിൽ ഓൾ ഈസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കെയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ടും ആശ്വസിപ്പിക്കാൻ പറ്റിയ ഒരു ടൈമായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ സോളുമായിട്ട്, നിങ്ങളെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ കൂടുതലും നിങ്ങളോട്ട് അടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, സോൾ എന്ന് പറയുന്നത് മേ ബി പെണ്ണിന്റെ ക്യാരക്ടറുമായിരിക്കാം, ആണിന്റെ ക്യാരക്ടറുമായിരിക്കാം. അതായത് ഇപ്പം ഒരു ആണിന്റെ ഉള്ളിൽ പെണ്ണിന്റെ ക്യാരക്ടർ ആയിരിക്കാം. അതായത് ജീൻ അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അച്ഛൻ അമ്മ എന്ന് പറയുന്ന 2 ജീനുണ്ട്. ഈ കാറ്റഗറിയിലുള്ള സ്വഭാവം വെച്ചിട്ടായിരിക്കും മാറുന്നത്. അതായത് ഫേസ് ചിലപ്പം അച്ഛന്റെ ആയിരിക്കും, പക്ഷേ എന്താ പറയാ, സ്വഭാവങ്ങളൊക്കെ അമ്മയുടെ സ്വഭാവങ്ങളായിരിക്കും. അതേ കണക്കത്തെ ക്യാരക്ടർ ആയിരിക്കും. അത് ജീൻ അനുസരിച്ചാണ്, എത്രത്തോളം മറ്റേ ക്രോമോസോം അതിനെയൊക്കെ അനുസരിച്ചായിരിക്കും ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ക്യാരക്ടർ എന്താ, 2 ക്യാരക്ടർ ഒരാൾക്ക് എന്തായാലും ഒരാളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പം അതിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിനെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അത് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. മേ ബി നിങ്ങൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് അങ്ങനെ കിട്ടുന്നതായിരിക്കും. അമ്മയുടെ ചിലപ്പോൾ നല്ല ക്യാരക്ടർ ആയിരിക്കും. അപ്പം ആ ജീനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം ഓരോരുത്തർക്കും 2 ക്യാരക്ടർ 3 ക്യാരക്ടർ ഒക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അപ്പം നെഗറ്റീവ്സിനെ വളർത്താം, പോസിറ്റീവിനെ വളർത്താം. പക്ഷേ രണ്ടും ഏതിനാണോ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അതിനെ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുക ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ സമയത്ത് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം
നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് കൂടുതലും ആഗ്രഹിക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ ഈ ഒരു സമയം പറ്റും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സോൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയം ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു സിറ്റുവേഷനാണ്. മേ ബി നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ സമയം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ചെറിയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ചെറിയൊരു ഇവന്റ് പോലും നിങ്ങൾ ഭയങ്കരമായിട്ടും ആസ്വദിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ഗൈഡൻസ് ഉണ്ടാവും. അതായത് ഈ സമയം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ സോളും നിങ്ങളുടെ മനസ്സും തന്നെയായിരിക്കും ഈ സമയത്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ സമയത്ത് നിങ്ങളെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഈ സമയം നിങ്ങളെ ഗൈഡൻസ് ചെയ്യുന്ന ഫുള്ളും നിങ്ങളുടെ സോളായിരിക്കും. അതേപോലെ തന്നെ കാലാവസ്ഥയോ അല്ലെങ്കിൽ കാലമോ യൂണിവേഴ്സലോ ഈ സമയത്ത് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഏർപ്പെടുന്നില്ല. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നി നിൽക്കുന്നതാണ്, അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, ഫിനാൻസ് പരമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ. അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഫാസ്റ്റ് ആയിട്ട് അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് അതിനുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഗ്രേറ്റ് ആയിട്ടുള്ള സ്പീഡ്, നിങ്ങൾക്കൊരു സ്പീഡ് ഉണ്ടാവണം. എല്ലാ കാര്യത്തിനും ഡിസിഷൻ മേക്ക് എല്ലാം പടപടെ നടക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകണം. കാരണം ലേറ്റ് ആക്കി വെച്ചേക്കും തോറും നിങ്ങൾക്ക് ആ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് എനർജി ആയാലും ആ ടൈം ആയാലും ആ ടൈമിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് എല്ലാം. ആ സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടാകത്തില്ല. ആ സമയം സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാന്നുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ സമയം സിറ്റുവേഷൻ ആണ്. നമ്മൾ ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ആ ഒരു ഏജിൽ ചെയ്യേണ്ട കാര്യം ആ ഒരു ഏജിൽ തന്നെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് അതിനുള്ള തീരുമാനം എടുത്ത് ആ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് കിട്ടിയിട്ട് നമുക്ക് സന്തോഷം കാണത്തില്ല. കിട്ടും, ആശ്വാസം ഉണ്ടാവും, കിട്ടിയല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. പക്ഷേ നമുക്കൊരു മനസ്സമാധാനം, ഒരു മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകത്തില്ല. അപ്പം എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കണം. അതിന് ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് ചിന്തിക്കും, ആൾക്കാരെന്ത് നെഗറ്റീവ് വിചാരിക്കും എന്നുള്ള തോട്ട്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ സമയത്ത് ഗൈഡ് ചെയ്യുന്നതും ഇൻറ്റ്യൂഷൻ തന്നെയായിരിക്കും. എന്ത് ഇൻറ്റ്യൂഷൻ തോന്നിക്കുന്നില്ല അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് സ്പീഡായിട്ട് പെട്ടെന്ന് അത് കെയർഫുൾ ആയിട്ട് അത് കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ഈ സമയം പറയാനുള്ളത്. ഓക്കെ, അത് എന്തെങ്കിലുമൊക്കെ അതിന്മേൽ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് മാക്സിമം നോക്കുക. അതേപോലെ തന്നെ ഈ സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ സോളിനെ തടങ്കലിടാതിരിക്കാൻ ശ്രമിക്കുക. സോളിനെ ഉപദ്രവിക്കാണ്ടിരിക്കുക. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സോളിനെ ക്രൂശിക്കാണ്ടിരിക്കുക, ജന്മത്തെ കുറ്റം പറയാണ്ടിരിക്കുക. കാരണം ഓരോരുത്തരും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ജന്മം അങ്ങനെ ആയിപ്പോയി. തലവര വരച്ചിട്ട ദൈവം നിങ്ങൾക്ക് നല്ല തലവരയാണ് വരച്ചിട്ടേക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ മാറാത്തോണ്ടാണ്. തലവിധി അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് സപ്പോർട്ടാണ്. നിങ്ങൾ നന്നാവാത്തതിന് ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ വന്നൊരു സിറ്റുവേഷൻ, ഞാൻ നിങ്ങളുടെ പറ്റിയ റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഫിനാൻസ് ആയാലും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ തീരുമാനം, ഓരോ വിധി എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്ന ഓരോന്നും നിങ്ങളുടെ തീരുമാനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നന്മകളും തിന്മകളും എല്ലാം ഉണ്ടതിന് ശേഷം അവസാനം നിങ്ങൾ കുറ്റം പറയുന്നത് നിങ്ങളുടെ ജന്മത്തിനെയും ആ പറയുന്ന ദൈവത്തിനാണ്. അത്ര നാൾ നിങ്ങൾ അടിച്ചു പൊളിച്ച് നന്നായിട്ട് എല്ലാം സെറ്റാക്കി ജീവിച്ചു. മേ ബി നിങ്ങൾ രണ്ടുപേരെ കയ്യിലുള്ള പ്രശ്നമായിരിക്കാം. എന്നിട്ടൊരു ജന്മത്തെ കുറ്റം പറയാം. ആദ്യം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ വാവ് നല്ലൊരു റിലേഷൻഷിപ്പ്, ഇതിനേക്കാളും വലിയ റിലേഷൻഷിപ്പ് വേറെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ഒരാൾ അത് കഴിഞ്ഞ ശേഷം അങ്ങനെ ആവുമ്പോഴത്തേക്കും അത് ദൈവത്തിനെ കുറ്റം പറയും. അതൊരു ടൈം സിറ്റുവേഷൻ അനുസരിച്ച് അത് എല്ലാം അങ്ങനെയാണ്. ഓരോരുത്തരുടെ ലൈഫിലും അത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ അധികം ആൾക്കാർ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഗ്ലോ ആവുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഏതൊക്കെയോ വ്യക്തികളെ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഒറിജിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഗ്ലോ ചെയ്യും. നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരും. ബ്ലെസ്സിങ്സ് ആയാലും കാര്യങ്ങളായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഫിൽ ആവുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ഫിൽ ആവുന്നുണ്ട്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കാം ലൈഫിൽ സഡൻ ആയിട്ട് വരുന്ന
അഫെയർ ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ഹാപ്പിനെസ് വരുന്നുണ്ട് ഈ ഒരു സമയം. ഓക്കെ. എല്ലാം നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്ന ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയാൻ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നിങ്ങൾ എന്ത് കണ്ടാലും നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പം മേ ബി നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ആ വിഷമം പറയാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വരും. ഓക്കെ. അപ്പം അങ്ങനെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് തന്നെ അതൊരു ആൻസർ ആയിട്ട് ഡിവൈൻ കൊണ്ട് തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതെന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങളത് എന്ത് സിറ്റുവേഷനും ക്യാരി ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. ഡിവൈൻ നിങ്ങളുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഡിവൈൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഗ്രേറ്റ് ആയിട്ടുള്ള സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഗ്രേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഗ്രേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കത്തുള്ളൂ. പാസ്റ്റ് ഓർത്ത് ഒരിക്കലും വിഷമിക്കാണ്ടിരിക്കുക. പാസ്റ്റ് എന്ന് പറയുന്നത് പോയ കാലമാണ്. അതൊരിക്കലും നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തില്ല. ഓക്കെ. പാസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഒരിക്കലും ആലോചിച്ച് അതിലോട്ട് പോകാൻ പാടില്ല. പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് കം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്ത് ചലഞ്ചസ് ആണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതെല്ലാം ചലഞ്ചസ് ചെയ്തതിന് ശേഷം ഹീലിംഗ് ചെയ്ത് നിങ്ങളെ മാറ്റിയതിന് ശേഷം നിങ്ങളെ തന്നെ കൂടുതലും ഫോക്കസ് ചെയ്ത് നിങ്ങൾ മാക്സിമം അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ നീഡ്സ് എന്താണോ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ ദൈവത്തെ തേടി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം തെളിയുന്നുണ്ട്. ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു വെളിച്ചം തെളിയുന്നുണ്ട്. ഈ ഒരു വെളിച്ചം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം അതായത് എന്താ പറയാ നിങ്ങളുടെ അംബീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ സമയം നടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് എന്ത് അംബീഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഫെയിം ആവണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ ഫെയിം ആവാം. നിങ്ങൾക്കൊരു ടാറോ കാർഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ ടാറോ കാർഡ് റീഡർ ആവാൻ പറ്റും. ഹീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീലർ ആവാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങളുടെ ഒരു അംബീഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, വിഷമമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൊക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഇനി മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റാത്ത വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നേവരെ ആരും പറഞ്ഞു തരാത്തൊരു ട്രിക്കാണ്. അതായത് നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നേ കൈ ഏകദേശം ഇങ്ങനെ അതായത് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ 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 ജസ്റ്റ് ഒന്ന് വെച്ചൊരു ഒരു 2-3 മിനിറ്റ് ഇരിക്കണം. അപ്പം നമുക്ക് ഈ തുമ്പില്ലേ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കൈയുടെ എല്ലാ ഭാഗത്തായിട്ടും കാണാൻ പറ്റുന്നുണ്ടോ? 1, 2, 3, 4, 5 ഈ 5 ഭാഗത്തായിരിക്കും നമുക്ക് ഈ ഹാർട്ടിന്റെ തുടിപ്പ് കിട്ടും. നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട നമ്മുടെ മൈൻഡോട് നമ്മുടെ ഇൻറ്റ്യൂഷൻ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് ഈ തുമ്പിലായിരിക്കണം. ഇവിടെ ഇങ്ങനെ ഈ പിടിക്കുന്നതിന് ഇവിടെ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒരു ഇടി നമുക്കൊരു എന്താ പറയുക ഹാർട്ടിന്റെ ഒരു ബീറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇതിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹാർട്ട് നമ്മളെ കയ്യിലിരിക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രത്തോളം ഡിവൈൻ അത്രത്തോളം പവർ നമുക്ക് ഈ കയ്യിലുണ്ടെന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു കയ്യിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് 3 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു മിനിറ്റോളം നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ കോൺസെൻട്രേഷൻ ഈ ഒരു സംഭവത്തിൽ തന്നെ ഈ ഒരു ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇൻറ്റ്യൂഷൻ ഫുൾ ഇതിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് കയ്യിൽ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു 5 മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസിലും കണ്ണിലും നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ റിയലൈസ് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് കണ്ണ്, മുഖം, മൂക്ക്, നിങ്ങളുടെ മുടി ഇതൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിവൈൻ എന്താണെന്ന് കറക്റ്റ് നിങ്ങൾക്ക് പർപ്പസ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയധികം ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്.
അപ്പം അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഈ ഒരു സമയം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള നിങ്ങളുടെ ചീത്ത സമയമെല്ലാം കടന്നു പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന നെഗറ്റീവ്സ് എല്ലാം മാറിയതിനു ശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പോസിറ്റീവ് വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അബണ്ടൻസ്, പവർഫുൾ ആയിട്ടുള്ള തീരുമാനം, പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ഒരു ചേഞ്ചസ്, മാറ്റം ഒക്കെ വരുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. കുറെ ആൾക്കാര് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ, നിങ്ങളുടെ ഇത് ഫെയ്ത്ത് ആണോ, എൻ്റെ ഫ്യൂച്ചർ എന്താണോ, ഞാൻ കാണുന്ന ഡ്രീംസിൽ സത്യമുണ്ടോ, ഞാൻ ആരാണ്, പോസിറ്റീവ് ചേഞ്ചസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, ചലഞ്ചസ് കുറെ ഫേസ് ചെയ്യുന്ന ഈ ടൈമിൽ ഒരു ലൈറ്റനിങ് ഉണ്ടാവുന്നില്ല, എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളെ ട്യൂൺ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളൊരു ടണലിൽപ്പെട്ട ഒരു അവസ്ഥ ആയിട്ടാണ് കാണാം. പക്ഷേ നിങ്ങളെ ഈ യൂണിവേഴ്സിന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഏകദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാൻ പറ്റുക, നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ, അതായത് എക്സാമ്പിൾ, നിങ്ങളൊരു മാവ് നട്ട് വളർത്തി, നിങ്ങൾ അതിന് എത്രത്തോളം വെള്ളം കൊടുക്കുന്നു അത് അത്രത്തോളം വളർന്ന് നിങ്ങൾക്കൊരു ടൈം ആകുമ്പോൾ മാത്രമാണ് അതിൽ നിന്നൊരു മാങ്ങ നിങ്ങൾക്ക് കിട്ടുന്നത്. മാവിൽ നിന്നൊരു മാങ്ങ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്കാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് കൊടുക്കാനുള്ള ഒരു പവർ ഉള്ളത്, നിങ്ങൾക്കാണ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളത്. അപ്പം നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം ദാനം ചെയ്യാൻ പറ്റും അത്രത്തോളം ദാനം ചെയ്ത വൺ ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം കം ട്രൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും എല്ലാം. ഇതിനൊരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. ഇത് ചെറിയ പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. കാരണം അത്രയും മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആക്കി കൊടുക്കാൻ ഈ ഭൂമി നമ്മളെ സഹായിക്കുന്നുണ്ട്. അത്രയും യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും പവർഫുള്ളും അത്രയും സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷമിച്ചിരുന്നാൽ തന്നെ ഇവർക്ക് അത് പറ്റത്തില്ല. ഓക്കെ, നമ്മളൊരു വിഷമം ഇവർ ഒരു സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റി തരും. കാരണം അത്രയും ഡിവൈൻ സപ്പോർട്ട് ഉള്ള ഒരു സ്ഥലമാണിത്. ഓക്കെ, അപ്പം ആരും ക്രൂരതയൊന്നും ചെയ്യാണ്ടിരിക്കും, ആരടുത്തും പറ്റിക്കാണ്ടെന്നിരിക്കും, പറ്റിച്ചാലും കുഴപ്പമില്ല, മനസ്സ് വേദനിപ്പിക്കാണ്ടിരിക്കും ആരെയും. അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ആരെന്ത് തെറ്റോ ചെയ്തുകൊണ്ട് പോട്ടെ, പക്ഷെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ആരെയും ഒന്നും നേടാൻ വേണ്ടിയിട്ട് നോക്കരുത്. അപ്പം ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പോകേണ്ട വഴിയായിരിക്കാം മേ ബി, ഇത് നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി, ഇത് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ടൈം കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർ ആണ്, മനസ്സിലാവുന്നുണ്ടോ? ഓരോ സ്റ്റാറിനും ഓരോ വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങളിൽ പെട്ട സ്റ്റാറിലുള്ള ആൾക്കാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് കണക്റ്റഡ് ആവും, നിങ്ങൾക്കത് എന്താ പറയാ സെറ്റ് ആവും. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോ, ഒരു പാർട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. അമേരിക്കയിലുള്ള ആൾക്കാരെ കണക്കല്ല ആഫ്രിക്കയിലുള്ള ആൾക്കാരെ കണക്കല്ല ജപ്പാനിലുള്ള ആൾക്കാരെ കണക്കല്ല ചൈനയിലുള്ള ആൾക്കാരെ കണക്കല്ല കേരളത്തിലുള്ള ആൾക്കാർ. എങ്കിൽ പിന്നെ എല്ലാ മനുഷ്യരും ഒരേ കണക്കും സൃഷ്ടിച്ചാൽ പോരെ, അല്ലേ? അപ്പം ഫേസും എല്ലാം മാറ്റമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം യൂണിവേഴ്സലിനെ, നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ മതമോ കാര്യങ്ങളും അങ്ങനത്തുള്ള സംഭവമൊന്നുമില്ല. അങ്ങനെ മതമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിരിക്കണം ഡിവൈൻ എല്ലാം കൊടുക്കേണ്ടത്. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും അവർക്ക് വേണ്ട സാധനങ്ങൾ ഡിവൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മതമല്ല, ഇത് ഒരു വേൾഡ്, ഓക്കെ, സ്പിരിച്വൽ വേൾഡ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങളുടെ സോൾ കോണ്ടാക്ട് ചെയ്ത കണക്ക് തന്നെ നിങ്ങളിത് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആവാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ശരി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.